ഈശോയിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, പുതിയ അക്കങ്ങളും പുതിയ തുടക്കങ്ങളുമൊക്കെയായി പുതിയൊരു വർഷത്തിലേക്ക് നാം പ്രവേശിക്കുകയാണ്. എന്നും എപ്പോഴും ആനന്ദമാണ്, പ്രതീക്ഷയാണ്, പ്രേരണയാണ്, ഇനിയും ജീവിക്കുവാനുള്ള ആവേശമുണ്ട്. ആദരവോടെ എതിരേൽക്കുമ്പോഴൊക്കെ സങ്കടത്തോടെ വിട്ടുപോകുന്ന വർഷം നമുക്ക് നൽകിയ അനുഭവങ്ങളെക്കുറിച്ചുകൂടി ചിന്തിക്കേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞു പോകുന്നതൊക്കെ കഴിഞ്ഞുപോയെന്ന് മാത്രം പറയപ്പെടുന്നതല്ല, നമ്മുടെ ജീവിതത്തിൽ കാര്യമായി പലതും ഓർമ്മപ്പെടുത്തിയിട്ടാണ് കടന്നു പോകുന്നത്. പഠിക്കേണ്ടവയും മറക്കേണ്ടവയും, നേടിയവയും നഷ്ടപ്പെട്ടവയും, ഓർത്തു വെക്കേണ്ടവയും വിട്ടുകളയേണ്ടവയും, ശ്രദ്ധിക്കേണ്ടവയും ശ്രദ്ധിക്കാതെ പോയവയും, നാം ഒത്തിരി ആഗ്രഹിച്ചതും ആഗ്രഹിക്കാൻ പാടില്ലാതിരുന്നതുമൊക്കെ നമ്മളെ പറഞ്ഞു പഠിപ്പിക്കുന്നുണ്ട്. ആയുസ്സിൻ്റെ ദൈർഘ്യം കുറയുന്നുണ്ട്. അക്കങ്ങൾ മാറുന്നതനുസരിച്ച് ജീവിതത്തിൽ പലപ്പോഴും ആഗ്രഹങ്ങൾ ഏതെല്ലാം രീതിയിലാണ് മാറിമറിയുന്നതെന്നും നമ്മൾ ചിന്തിക്കേണ്ടി വന്നിരിക്കുന്നു. അനുഗ്രഹമല്ലാതെ മറ്റൊന്നും നാം ആഗ്രഹിക്കേണ്ട. ഒരുപാട് വലിയ സാഹസികം നിറഞ്ഞ തീരുമാനങ്ങളിലേക്കൊന്നും പോകാതിരിക്കുന്നത് ഉചിതമാണ്. അന്നുള്ള ജീവിതത്തെ അനുഗ്രഹമായി കണ്ട് ജീവിതം തുടങ്ങുമ്പോൾ എത്ര ആനന്ദപൂരിതമായിരിക്കും. വൻ പ്രതീക്ഷകൾ പലപ്പോഴും വൻ പരാജയങ്ങൾക്കും നഷ്ടങ്ങളിലേക്കുമൊക്കെ ചിലപ്പോൾ കൊണ്ടുപോകുന്നുണ്ട്. അർഹതപ്പെട്ടത് ആഗ്രഹിക്കാം. ആശിക്കുന്നത് തെറ്റൊന്നുമല്ല, പദാർത്ഥിയാവാതിരിക്കുക മാത്രം ശ്രദ്ധിക്കുക. ഓരോ പുതുവർഷങ്ങളും എന്തുമാത്രം പ്രതീക്ഷകളാണ് നമ്മുടെ ഹൃദയത്തിലും മനസ്സിലും നൽകുന്നത്. ഒരു വെളിച്ചമായ ജീവിതം ആരംഭിക്കുവാൻ, ഇനിയും ജീവിക്കുവാൻ അർത്ഥമുണ്ടെന്നും, ഇനിയും പ്രതീക്ഷിക്കുവാൻ കാര്യങ്ങളുണ്ടെന്നും, ഇനിയും പ്രവർത്തിക്കുവാൻ മേഖലകളുണ്ടെന്നുമൊക്കെ നമ്മളെ പഠിപ്പിക്കുകയാണ്. കലണ്ടറുകളൊക്കെ മാറുന്നുണ്ട്, ഡയറികളൊക്കെ പുതുതായി രൂപപ്പെടുന്നുണ്ട്. ഭിത്തിയിലും നമ്മുടെ മേശയ്ക്ക് മുകളിലുമൊക്കെ ഇരിക്കുന്ന ഓരോ കലണ്ടറിൻ്റെ അക്കങ്ങളുമൊക്കെ നമ്മളൊക്കെ ഒരു പുതിയ മനുഷ്യരാകാൻ പഠിപ്പിക്കുന്നുണ്ട്. തീരുമാനങ്ങൾ ഉറപ്പുള്ളതും ജീവിക്കാൻ പ്രാപ്തിയുള്ളതുമൊക്കെ ആവട്ടെ. ദൈവം നൽകുന്ന അനുഗ്രഹത്തിന് ആദരവുള്ളവരായി ജീവിക്കുവാൻ നമുക്കും പരിശ്രമിക്കാം. ആയുസ് നീട്ടിത്തരുന്നത് ദൈവത്തിൻ്റെ ഔദാര്യമാണ്. അത് ആദരവോടെ ജീവിക്കുവാൻ, ദൈവനാമം പ്രകീർത്തിക്കുവാൻ, വിശ്വസ്തയോടെ വിനയത്തോടെ ആ ജീവിതം ഇങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകുവാൻ, വിജയിക്കുവാൻ നമുക്കും പ്രാർത്ഥിക്കാം. എല്ലാത്തിൻ്റെയും അവസാനത്തെക്കുറിച്ചല്ല, എല്ലാത്തിനും ഒരു ആരംഭമുണ്ടെന്ന് ചിന്തിച്ചു തുടങ്ങുന്നിടത്താണ് നമ്മുടെ പ്രതീക്ഷകൾ. ഇലകൊഴിയുന്ന കാലങ്ങൾക്കപ്പുറം തളിരണിയുന്ന കാലത്തെക്കുറിച്ച് നമ്മളെ പഠിപ്പിക്കുന്നുണ്ട്. പെയ്തുതീരുന്ന മഴയ്ക്ക് ശേഷമുണ്ടാകുന്ന ഒരു ശാന്തതയെക്കുറിച്ചും വീശിയടിക്കുന്ന കാറ്റിനപ്പുറമുണ്ടാകുന്ന ഒരു സ്വസ്ഥതയെക്കുറിച്ചുമൊക്കെ നമുക്ക് ഓർക്കാം. പൊങ്ങി ഉയരുന്ന തിരമാലകൾ ചിലപ്പോൾ ശാന്തതയിലേക്ക് വഴിമാറുന്നത് നമ്മൾ കണ്ടിട്ടില്ലേ? പരാജയങ്ങളൊക്കെ നമ്മളെ പരിക്കേൽപ്പിച്ചിട്ടുണ്ട്. പക്ഷേ പഠിക്കുവാൻ പാഠങ്ങളുണ്ടെങ്കിൽ യാതൊരു തരത്തിലെ സ്വാർത്ഥതയുമില്ലാതെ പഠിക്കുവാൻ നമുക്ക് മുന്നോട്ട് പോകാം. കൈതന്നവരും കൈതട്ടിക്കളഞ്ഞവരും, ചേർത്ത് നിർത്തിയവരും ചോർത്തിക്കളഞ്ഞവരും, അനുഗ്രഹിച്ചവരും ശപിച്ചവരും, നമ്മളെ വളർത്തിയവരും തളർത്തിയവരും, സ്നേഹിച്ചവരും ദ്രോഹിച്ചവരും, നമുക്ക് പാഠങ്ങൾ പറഞ്ഞു തന്നവരും ജീവിക്കുവാൻ വഴികാട്ടി തന്നവരും, ഒരു കുഞ്ഞു ഹൃദയത്തിൻ്റെ നൊമ്പരങ്ങൾ പോലും തിരിച്ചറിഞ്ഞ് സ്നേഹമായി രൂപപ്പെട്ടവരും, എന്നാൽ അതുപോലെ തന്നെ ചെറു ചെറു കാര്യങ്ങളുടെ പേരിൽ ഹൃദയത്തെ മുറിപ്പെടുത്തിയവരും വേദനിപ്പിച്ചവരും മാറ്റി നിർത്തിയവരും തഴഞ്ഞവരുമൊക്കെ നമ്മളെ പലതും പഠിപ്പിക്കുന്നുണ്ട്. ചിലപ്പോൾ കാര്യങ്ങൾ ഒറ്റയ്ക്ക് ചെയ്യണമെന്നും ഉറച്ച മനസ്സോടെ തീരുമാനങ്ങൾ എടുക്കണമെന്നും പലതിൻ്റെയും കാരണം നമ്മൾ തന്നെയാണെന്നും ഇനി നമ്മൾ മാത്രം തുഴഞ്ഞാൽ എത്താവുന്ന തീരങ്ങളുണ്ട് എന്നുകൂടി നമ്മളെ ഓർമ്മപ്പെടുത്തുകയാണ്. നല്ല ദിനങ്ങളുണ്ടാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ദൈവം അത്രത്തോളം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് ഉറപ്പുണ്ടെങ്കിൽ ആ ദൈവകരങ്ങളിൽ, ആ ദൈവത്തിൻ്റെ തണലിൽ ജീവിതം സമർപ്പിച്ചുകൊണ്ട് കിട്ടിയ ദിനങ്ങൾക്കും കിട്ടിയ ആയുസ്സിനും കിട്ടിയ അനുഗ്രഹങ്ങൾക്കും ദൈവം നമുക്ക് നിശ്ചയിച്ചു തരുന്ന എല്ലാ സുന്ദരമായ വാതിലുകൾക്കും പ്രേരണകൾക്കും പ്രകാശങ്ങൾക്കും പ്രചോദനങ്ങൾക്കും ഒത്തിരി തുടക്കമാവട്ടെ എന്ന് പ്രാർത്ഥിക്കാം. ശുഭവിശ്വാസത്തോടെ, നിറഞ്ഞ പ്രതീക്ഷയോടെ, പ്രാർത്ഥനാ മനസ്സോടെ പുതുവർഷത്തിൻ്റെ മംഗളങ്ങളും പ്രാർത്ഥനകളും ഏവർക്കും ആശംസിക്കുന്നു. ആമേൻ.